ഹലോ കുട്ടികളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടം വരെയായിരുന്നു പറഞ്ഞു നിർത്തിയത്? സിങ്ക് ഓർ ഫ്ലോട്ട് വരെയായിരുന്നു പറഞ്ഞു നിർത്തിയത് അല്ലേ? ഇനി നമുക്ക് പഠിക്കാനുള്ളത് സോലുബിൾ ആൻഡ് ഇൻസോലുബിളാണ്. എന്ന് വെച്ചാൽ എന്തുവാ? ലയിക്കുന്നവയും ലയിക്കാത്തവയും അല്ലേ? വെള്ളത്തിൽ ലയിക്കുന്ന വസ്തുക്കളെക്കുറിച്ചും ലയിക്കാത്ത വസ്തുക്കളെക്കുറിച്ചുമാണ് നമുക്കിന്ന് ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യാനുള്ളത്. നോക്കി, നമുക്ക് താഴത്തെ രണ്ട് കുട്ടികളുടെ ചിത്രം തന്നിട്ടുണ്ട്. ഒരു സഹോദരനും ഒരു സഹോദരിയുടെ ചിത്രമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ സഹോദരി ചോദിക്കുക, ബ്രദർ ക്യാൻ യു മേക്ക് സം ലെമൺ ജ്യൂസ് ഫോർ മീ? ചേട്ടാ, എനിക്ക് നാരങ്ങ വെള്ളം ഉണ്ടാക്കി തരുമോ? അപ്പോൾ ബ്രദർ പറയുക, ഇറ്റ്സ് എ സിമ്പിൾ, സ്ക്യൂസ് എ ലെമൺ ഇൻ ടു വാട്ടർ, ആഡ് സം ഷുഗർ ആൻഡ് മിക്സ്, ലെമൺ ജ്യൂസ് ഈസ് റെഡി. എന്താ ബ്രദർ അപ്പോൾ പറഞ്ഞേ? വെള്ളത്തിലേക്ക് നാരങ്ങ പിഴിഞ്ഞ് പഞ്ചസാര ഇട്ട് ഇളക്കുക, നാരങ്ങ വെള്ളം റെഡി എന്ന് പറഞ്ഞു. അപ്പോൾ സഹോദരി എന്ത് പറയും? വേർ ഡിഡ് ദ ഷുഗർ ഗോ? പഞ്ചസാര എവിടെ പോയി അല്ലേ? കുട്ടി ആ ക്ലാസ്സിലെത്തി നോക്കിയിട്ട് പഞ്ചസാര എവിടെ പോയെന്ന് ബ്രദറിനോട് ചോദിക്കുക. ബ്രദർ എന്നാ പറയണേ? ഇറ്റ് കനോട്ട് ബി സീൻ, ദ ഷുഗർ ഈസ് ഡിസോൾഡ് ഇൻ വാട്ടർ. പഞ്ചസാര വെള്ളത്തിൽ ലയിച്ച് ചേർന്നത് കൊണ്ട് നമുക്കതിനെ കാണാൻ കഴിയത്തില്ല എന്ന് സഹോദരൻ പറഞ്ഞു. നോക്കിക്കേ താഴെ, ഡു ഓൾ സബ്സ്റ്റൻസസ് ഡിസോൾഡ് ഇൻ വാട്ടർ? എല്ലാ വസ്തുക്കളിലും വെള്ളത്തിൽ ലയിക്കുമോ? ഹൗ ഡു വി ഫൈൻഡ് സബ്സ്റ്റൻസസ് ദാറ്റ് ഡു നോട്ട് ഡിസോൾവ് ഇൻ വാട്ടർ? വെള്ളത്തിൽ ലയിക്കാത്ത വസ്തുക്കളെ എങ്ങനെ കണ്ടെത്താം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഷാൾ വി ഡു ആൻ എക്സ്പെരിമെൻറ്റ് യൂസിങ് ദ ഫോളോയിങ് ഐറ്റംസ്? നമ്മളോട് പറഞ്ഞിരിക്കുക, താഴെ പറയുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് ഒരു പരീക്ഷണം ചെയ്താലോ? നമുക്ക് കുറേ വസ്തുക്കളുടെ പേരുകൾ നമുക്ക് തന്നിട്ടുണ്ട്. വായിക്കട്ടെ മിസ്. ഷുഗർ എന്ന് വെച്ചാൽ എന്താ? പഞ്ചസാര. സോൾട്ട് ഉപ്പ്. വിനീഗർ എന്ന് വെച്ചാൽ വിനാഗിരി. ബേക്കിംഗ് സോഡ അപ്പക്കാരം. ഡിറ്റർജൻറ്റ് സോപ്പ് പൊടി. കെരോസിൻ മണ്ണെണ്ണ. കോക്കനട്ട് ഓയിൽ വെളിച്ചെണ്ണ. വാക്സ് മെഴുക്. കാംഫർ എന്ന് വെച്ചാൽ കർപ്പൂരം. കോപ്പർ സൾഫേറ്റ് തുരിശ്. പൊട്ടാസ്യം പെർമാംഗനേറ്റ്. ഇത്രയും വസ്തുക്കൾ നമുക്ക് തന്നിരിക്കുക. വിച്ച് ഓഫ് ദ എബവ് സബ്സ്റ്റൻസസ് ഡിസോൾഡ് ഇൻ വാട്ടർ? മുകളിൽ കൊടുത്ത വസ്തുക്കളിൽ വെള്ളത്തിൽ ലയിക്കുന്നവ ഏതൊക്കെയാണ്? വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുന്നത് ഏതൊക്കെയാണ്? സോലുബിൾ ആകുന്നത് ഏതൊക്കെയാണ്? ആർ ദെയർ എനി സബ്സ്റ്റൻസ് ദാറ്റ് ഡു നോട്ട് ഡിസോൾവ് ഇൻ വാട്ടർ? വെള്ളത്തിൽ ലയിക്കാത്ത വസ്തുക്കൾ ഏതെങ്കിലും ഉണ്ടോ? നമ്മളോട് കണ്ടെത്താനാണ് പറയുന്നത്. കണ്ടക്ട് ദ എക്സ്പെരിമെൻറ്റ് ആൻഡ് ലിസ്റ്റ് യുവർ ഫൈൻഡിങ്സ്. നമ്മൾ ഈ വസ്തുക്കളിൽ മേലെ പരീക്ഷണം ചെയ്ത് നോക്കി നമ്മുടെ കണ്ടെത്തലുകൾ താഴെ തന്നിരിക്കുന്ന പട്ടികയിൽ എഴുതാനാണ് നമ്മളോട് പറയുന്നത്. നോക്കിക്കേ, താഴെ നമുക്കൊരു ടേബിൾ തന്നിട്ടുണ്ടല്ലേ? അതിനകത്ത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്തുവാ? സബ്സ്റ്റൻസ് ദാറ്റ് ഡിസോൾവ്സ് ഇൻ വാട്ടർ. വെള്ളത്തിൽ ലയിക്കുന്ന സബ്സ്റ്റൻസും സബ്സ്റ്റൻസ് ദാറ്റ് ഡസ് നോട്ട് ഡിസോൾവ് ഇൻ വാട്ടർ, വെള്ളത്തിൽ ലയിക്കാത്ത സബ്സ്റ്റൻസുകൾ ഏതൊക്കെയാണെന്നുള്ള രണ്ട് പട്ടികകളാക്കി എഴുതാനാണ് നമുക്ക് തന്നിരിക്കുന്നത്. രണ്ട് ടേബിളുകളാക്കി എഴുതണം. ഓക്കെ, സബ്സ്റ്റൻസ് ദാറ്റ് ഡിസോൾവ്സ് ഇൻ വാട്ടർ ഏതൊക്കെയാണ്? നമുക്ക് മുകളിൽ പറഞ്ഞിരിക്കുന്ന വസ്തുക്കൾ ഏതൊക്കെയാണ് വെള്ളത്തിൽ ലയിക്കാത്തത്? വെള്ളത്തിൽ ലയിക്കുന്നത് ഏതൊക്കെയാണ്? ഡിസോൾവ് ചെയ്യുന്ന ഏതൊക്കെയാണ്? ഷുഗർ അല്ലേ? ഷുഗർ നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ എന്തൊക്കെയാണ്? സോൾട്ട് അല്ലേ? സോൾട്ട് ലയിക്കുമോ? ലയിക്കും. വിനീഗർ. പിന്നെ ഏതാ? ബേക്കിംഗ് സോഡ. ഡിറ്റർജൻറ്റ്. കോപ്പർ സൾഫേറ്റ്. പൊട്ടാസ്യം പെർമാംഗനേറ്റ്. ഇവയെല്ലാം ജലത്തിൽ ലയിച്ച് ചേരുന്നവയാണ് ഇത്രയും പറഞ്ഞത് എല്ലാം. ഇനി അടുത്ത് നോക്കി, അടുത്ത ടേബിളിൽ എന്തൊക്കെയാണ്? അതായത് വെള്ളത്തിൽ ലയിക്കാത്ത ഡസ് നോട്ട് ഡിസോൾവ് ഇൻ വാട്ടർ ഏതൊക്കെയാണ്? വാക്സ് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. പിന്നെ കെരോസിൻ അല്ലേ? മണ്ണെണ്ണ. കാംഫർ. കോക്കനട്ട് ഓയിൽ വെള്ളത്തിൽ ലയിക്കുമോ? ഇല്ല, വെള്ളത്തിൽ ലയിക്കും. അടുത്ത് നോക്കിക്കേ, യു ഹാവ് സീൻ ദാറ്റ് സം സോൾട്സ് ആൻഡ് ലിക്വിഡ്സ് ഡിസോൾവ് ഇൻ വാട്ടർ. ചില സോളിഡുകളും ലിക്വിഡുകളും അല്ലെ, ചില ഖരവസ്തുക്കളും ദ്രാവകങ്ങളും വെള്ളത്തിൽ ലയിക്കുന്നു എന്ന് കണ്ടല്ലോ. ഡു ഗ്യാസസ് ഡിസോൾവ് ഇൻ വാട്ടർ? ക്യാൻ യു ഗസ്? അതുപോലെ വാതകങ്ങൾ, ഗ്യാസുകൾ വെള്ളത്തിൽ ലയിക്കുമോ? ജലത്തിൽ ലയിക്കുമോ? നമ്മളോട് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ലയിക്കുമോ? യെസ്, സം ഗ്യാസ്. ശരിയല്ലേ? സം ഗ്യാസസ് ഡിസോൾവ് ഇൻ വാട്ടർ. ഏതൊക്കെയാണ്? ശരിയാണ്, ഗ്യാസസുകൾ വെള്ളത്തിൽ ലയിക്കും. ഫോർ എക്സാമ്പിൾ, ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആർ ഗ്യാസസ് ദാറ്റ് ക്യാൻ ഡിസോൾവ് ഇൻ വാട്ടർ. അതായത് ജലത്തിൽ ലയിക്കുന്ന ഗ്യാസിന് എക്സാമ്പിളാണ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും വെള്ളത്തിൽ ലയിക്കുന്ന രണ്ട് ഗ്യാസസ് ആണ്. ഓക്കെ, പിന്നെ എന്താ ചോദിച്ചിരിക്കുന്നത്? ചിത്രം നോക്കാൻ നമുക്ക് താഴെ ഒരു അക്വേറിയത്തിൻ്റെ, അതിനകത്ത് മത്സ്യങ്ങൾ 2-3 മത്സ്യങ്ങളും കിടപ്പുണ്ട്. അക്വേറിയത്തിൻ്റെ പടം തന്നിട്ടാണ് നമ്മളോട് ചോദിക്കുവാണ്. എന്താ ചോദിക്കുന്നത്? വേർ ഡു ദ ഫിഷസ് ഇൻ ദ അക്വേറിയം ഗെറ്റ് ഓക്സിജൻ ടു ബ്രീത്ത്? അക്വേറിയത്തിലെ മത്സ്യങ്ങൾക്ക് ശ്വസിക്കാൻ ഓക്സിജൻ എവിടെ നിന്നാണ് കിട്ടുന്നത് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. എവിടെ നിന്നാണ് കിട്ടുന്നത്? ഫിഷസ് ഗെറ്റ് ഓക്സിജൻ ഫ്രം ദ ഡിസോൾവ്ഡ് ഓക്സിജൻ ഇൻ ദ വാട്ടർ. അക്വേറിയത്തിൽ വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളത്തിൽ അലിഞ്ഞു
ചേർന്നിരിക്കുന്ന ലയിച്ച് ചേർന്നിരിക്കുന്ന ഓക്സിജനിൽ നിന്നാണ് എന്ത് കിട്ടുന്നത്? ഫിഷസിന് ഓക്സിജൻ ശ്വസിക്കുന്നതിന് വേണ്ടി ഓക്സിജൻ കിട്ടുന്നത് അല്ലേ? അപ്പോൾ ആ വെള്ളത്തിൽ ഓക്സിജൻ ഡിസോൾവ് ആയിട്ടുണ്ട്. ആ ഡിസോൾവ് ആയിരിക്കുന്ന ഓക്സിജനാണ് ആര് ശ്വസിക്കുന്നത്? മത്സ്യങ്ങൾ ശ്വസിക്കുന്നത്. ഇനി അടുത്ത് നോക്കിയേ, ഹാവ് യു സീൻ ദ ബബിൾസ് കമ്മിങ് ഔട്ട് ഓഫ് ദ സോഡ ബോട്ടിൽ വെൻ യു ഓപ്പൺ ഇറ്റ്? നമ്മളോട് ചോദിച്ചിരിക്കുക, സോഡ കുപ്പി തുറക്കുമ്പോൾ കുമിളകൾ പുറത്ത് വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. ഹൗ ഈ സോഡ വാട്ടർ മെയ്ഡ്? എങ്ങനെയാണ് സോഡ ഉണ്ടാക്കുന്നത്? സോഡ വാട്ടർ ഈസ് മെയ്ഡ് ബൈ ഡിസോൾവിങ് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഇൻ വാട്ടർ. എങ്ങനെയാ? ജലത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം ലയിപ്പിച്ചാണ് എന്തുണ്ടാക്കുന്നത്? സോഡ ഉണ്ടാക്കുന്നത് അല്ലേ? ദ ബബിൾസ് ആർ കോസ്ഡ് ബൈ ദ റിലീസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് വെൻ ദ സോഡ ബോട്ടിൽ ഈസ് ഓപ്പൺഡ്. സോഡ കുപ്പി തുറക്കുമ്പോൾ അല്ലെങ്കിൽ സോഡ ബോട്ടിൽ തുറക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം സ്വതന്ത്രമാകുന്നതുകൊണ്ടാണ്, പുറത്തേക്ക് പോകുന്നതുകൊണ്ടാണ് എന്തുണ്ടാകുന്നത്? അവിടെ ബബിൾസ് ഉണ്ടാകുന്നത് അല്ലേ? കുമിളകൾ ഉണ്ടാകുന്നത്. അപ്പോൾ എങ്ങനെയാണ് സോഡ വാട്ടർ ഉണ്ടാക്കുന്നത്? സോഡ വാട്ടർ ഈസ് മെയ്ഡ് ബൈ ഡിസോൾവിങ് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഇൻ വാട്ടർ. വെള്ളത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം ലയിപ്പിച്ചാണ് സോഡ വാട്ടർ ഉണ്ടാക്കുന്നത്. ദ ബബിൾസ് ആർ കോസ്ഡ് ബൈ ദ റിലീസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് വെൻ ദ സോഡ ബോട്ടിൽ ഈസ് ഓപ്പൺഡ്. സോഡ കുപ്പി തുറക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം സ്വതന്ത്രമാകുന്നതുകൊണ്ടാണ് അവിടെ എന്തുണ്ടാകുന്നത്? കുമിളകൾ ഉണ്ടാകുന്നത്. മനസ്സിലായല്ലോ? ഇനി അടുത്ത് നോക്കിയേ, വാട്ട് വാസ് ഡിസോൾഡ് വെൻ ദ ലെമൺ ജ്യൂസ് വാസ് പ്രിപ്പയർഡ്? നാരങ്ങ വെള്ളം തയ്യാറാക്കിയപ്പോൾ എന്തെല്ലാമാണ് ലയിച്ച് ചേർന്നത്? നമ്മൾ കണ്ടതല്ലേ, എന്തെല്ലാം ലയിച്ച് ചേർന്നത്? ഷുഗർ ആൻഡ് ലെമൺ ജ്യൂസ് വേർ ഡിസോൾഡ് അല്ലേ? ഷുഗറും ലെമൺ ജ്യൂസും അല്ലേ ലയിച്ച് ചേർന്നത്? വേർ ഡിഡ് ദ ഡിസോൾവ് ഇൻ? അവ എന്തിലാണ് ലയിച്ചത്? ദേ ഡിസോൾഡ് ഇൻ വാട്ടർ അല്ലേ? വാട്ടറിലല്ലേ ലയിച്ചത്? അപ്പോൾ നോക്കിക്കേ, നമുക്ക് ഒരു ഇതിൽ തന്നിട്ടൊരു കോളത്തിൽ തന്നിട്ടുണ്ട്, എ സബ്സ്റ്റൻസ് ദാറ്റ് ഡിസോൾവ്സ് ഈസ് കോൾഡ് എ സൊല്യൂട്ട്. എന്ന് വെച്ചാൽ എന്തുവാ? ലയിച്ചു ചേരുന്ന വസ്തുവിനെ, എ സബ്സ്റ്റൻസ് ദാറ്റ് ഡിസോൾവ്സ്, ലയിച്ചു ചേരുന്ന വസ്തുവിനെ എന്താ വിളിക്കുന്നത്? സൊല്യൂട്ട്. സൊല്യൂട്ട് എന്ന് മലയാളത്തിൽ പറയുന്ന പേരാണ് ലീനം. ആൻഡ് ദ സബ്സ്റ്റൻസ് ഇൻ വിച്ച് ഇറ്റ് ഡിസോൾവ്സ് ഈസ് കോൾഡ് എ സോൾവെൻറ്റ്. എന്തിലാണോ ലയിച്ച് ചേരുന്നത്, അതായത് ആ സൊല്യൂട്ട് എന്തിലാണോ ലയിച്ച് ചേരുന്നത് അതിനെ എന്താ വിളിക്കുന്നത്? സോൾവെൻറ്റ് അല്ലെങ്കിൽ ലായകം എന്ന് വിളിക്കുന്നു. എ സൊല്യൂഷൻ ഈസ് ഫോംഡ് വെൻ ദ സൊല്യൂട്ട് ഈസ് ഡിസോൾവ്ഡ് ഇൻ ദ സോൾവെൻറ്റ്. എന്ന് വെച്ചാൽ എന്തുവാ? അതായത് ഈ സൊല്യൂട്ട് സോൾവെൻറ്റിൽ ലയിച്ചുണ്ടാകുന്നതാണ് എന്ത്? ലായനി. അപ്പം എന്താണ് സൊല്യൂഷൻ? ലായനി അല്ലെങ്കിൽ സൊല്യൂഷൻ. സൊല്യൂട്ട് എന്ന് വെച്ചാൽ എന്താ? ലയിച്ചു ചേരുന്ന വസ്തുവിനെ സൊല്യൂട്ട് എന്നും എന്തിലാണോ ലയിച്ചു ചേരുന്നത് അതിനെ സോൾവെൻ്റ് എന്നും, ഈ സൊല്യൂട്ട് സോൾവെൻ്റ് ലയിച്ചുണ്ടാകുന്നതിനെ പറയുന്ന പേരാണ് സൊല്യൂഷൻ അല്ലേ? അത് പഠിക്കണം കേട്ടോ. സൊല്യൂട്ട് എന്നാണ്, സോൾവെൻ്റ് എന്നാണ്, സൊല്യൂഷൻ എന്നാണ്. പഠിച്ചു വയ്ക്കണം കേട്ടോ മക്കൾ. അടുത്ത് നോക്കിയേ, ലിസ്റ്റ് ദ സൊല്യൂഷൻ, സൊല്യൂട്ട് ആൻഡ് സോൾവെൻറ്റ് ഇൻ ഈച്ച് ഓഫ് ദ പ്രീവിയസ് ആക്ടിവിറ്റി. നമ്മൾ മുമ്പ് ചെയ്ത പ്രവർത്തനങ്ങളിൽ ഓരോന്നിലെയും ഇത് സൊല്യൂട്ട് ഏതാണ്, സോൾവെൻ്റ് എന്താണ്, സൊല്യൂഷൻ ഏതാണെന്ന് പട്ടികപ്പെടുത്തി എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ മുമ്പ് പഠിച്ചല്ലോ, ഷുഗർ, സോൾട്ട് എന്നൊക്കെ പറഞ്ഞ് കുറേ സംഭവങ്ങൾ നമ്മൾ ഇത് മോളിൽ പഠിച്ചില്ലേ? അപ്പോൾ അതിൽ നിന്ന് നമ്മൾ സൊല്യൂട്ട്, സോൾവെൻ്റ് ഒക്കെ തിരിച്ചെഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സൊല്യൂഷൻ ഏതൊക്കെയായിരിക്കും? സൊല്യൂഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഷുഗർ സൊല്യൂഷൻ, ഷുഗർ സൊല്യൂഷൻ അല്ലേ? സൊല്യൂട്ട് എന്താ? ഷുഗർ അല്ലേ? ഷുഗർ അല്ലേ സൊല്യൂട്ട്? സോൾവെൻ്റ് എന്താ? വാട്ടർ. ഷുഗർ സൊല്യൂഷൻ എന്ന് വെച്ചാൽ സൊല്യൂഷൻ. അപ്പോൾ സൊല്യൂഷനിലേക്ക് സൊല്യൂട്ട് എന്താണ് ലയിക്കുന്നത്? ഷുഗർ അല്ലേ ലയിക്കുന്നത്? ഏതിലാണ് ലയിക്കുന്നത്? വാട്ടറിലാണ് ലയിക്കുന്നത്. അപ്പം ഷുഗർ വാട്ടറിലെ സൊല്യൂട്ട്, സോൾവെൻ്റ് ലയിച്ചുണ്ടാകുന്ന സൊല്യൂഷൻ ഏതാണ്? ഷുഗർ സൊല്യൂഷൻ. പിന്നെ അടുത്ത സൊല്യൂഷൻ നമുക്ക് തന്നേക്കുന്നത് സോഡ അല്ലേ? സോഡയുടെ സൊല്യൂട്ട് എന്നാ? നമ്മൾ പഠിച്ചല്ലോ, കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടറിൽ ലയിച്ചാണ് സോഡ ഉണ്ടാകുന്നതെന്ന് പഠിച്ചില്ലേ? അപ്പോൾ അവിടെ സൊല്യൂട്ട് എന്തായിരിക്കും? കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ? അപ്പോൾ സോൾവെൻ്റ് എന്തായിരിക്കും? വാട്ടർ. ഓക്കെ, അടുത്ത് നമുക്ക് സോൾട്ട് സൊല്യൂഷൻ പറയാം. അത് സൊല്യൂഷൻ്റെ സ്ഥാനത്ത് സോൾട്ട് സൊല്യൂഷൻ. സൊല്യൂട്ട് എന്തായിരിക്കും? സോൾട്ട് അല്ലേ? സോൾവെൻ്റ് എന്തായിരിക്കും? നമുക്കറിയാം, വാട്ടർ. സോൾട്ട് വാട്ടർ ലയിച്ച് എന്തുണ്ടാകും? സോൾട്ട് സൊല്യൂഷൻ ഉണ്ടാകും. അതുപോലെ തന്നെ വിനീഗർ സൊല്യൂഷൻ, സൊല്യൂട്ട് വിനീഗർ, സോൾവെൻ്റ് എന്തോ? വാട്ടർ. അതുപോലെ തന്നെ ബേക്കിംഗ് സോഡ സൊല്യൂഷൻ, സൊല്യൂട്ട് എന്തായിരിക്കും? ബേക്കിംഗ് സോഡ, സോൾവെൻ്റ് എന്തായിരിക്കും? വാട്ടർ. മനസ്സിലായില്ല മക്കളെ? അപ്പോൾ ഇത് ജസ്റ്റ് നമ്മളൊന്ന് വായിച്ച് പഠിച്ച് വയ്ക്കണം കേട്ടോ. അടുത്ത് നോക്കിയേ, ഫൈൻഡ് മോർ സബ്സ്റ്റൻസസ് ദാറ്റ് ഡിസോൾവ് ഇൻ വാട്ടർ ആൻഡ് എക്സ്പാൻഡ് ദ ടേബിൾ അല്ലേ? വെള്ളത്തിൽ ലയിക്കുന്ന മറ്റ് വസ്തുക്കൾ കണ്ടെത്തി പട്ടിക വിപുലീകരിക്കുമല്ലോ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ മറ്റുള്ള വസ്തുക്കളെ കണ്ടെത്തി അതിനകത്ത് കൂടുതൽ പട്ടിക തയ്യാറാക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അടുത്ത് നോക്കിയേ, ഹൗ ഡു യു റിമൂവ് ജാക്ക് ഫ്രൂട്ട് ഗം ആൻഡ് ടാർ ഇഫ് ദ സ്റ്റിക്ക്? ചക്കപ്പശ നമ്മൾ കണ്ടില്ലേ? ജാക്ക് ഫ്രൂട്ട്
ചക്കയ്ക്കൊരു പശ ഉണ്ടാകത്തില്ല. നമ്മൾ ചക്കപ്പഴം തിന്നുമ്പോൾ നമുക്കൊരു പശ ഉണ്ടാവും അല്ലേ? ചക്ക വെട്ടി വളർന്നു കഴിയുമ്പോഴത്തേനും ചക്കപ്പഴത്തിലൊരു പശ ഉണ്ടാവും. അതാണ് ആ ചക്കപ്പശ. ജാക്ക് ഫ്രൂട്ട് ഗം ആൻഡ് ടാർ ഇഫ് ദ സ്റ്റിക്ക്. ഇത് എങ്ങനെ നമ്മൾ റിമൂവ് ചെയ്യും? അപ്പോൾ ചക്കപ്പശ, ടാർ അറിയാലോ, ടാർ എന്നിവ പറ്റിപ്പിടിച്ചാൽ എങ്ങനെയാണ് നീക്കം ചെയ്യാറുള്ളത്? എങ്ങനെ നമ്മൾ നീക്കം ചെയ്യാറുള്ളത്? നമുക്കറിയാം അല്ലേ? ദീസ് ക്യാൻ ബി റിമൂവ്ഡ് യൂസിങ് ഓയിൽ ഓർ കെരോസിൻ. നമ്മൾ മണ്ണെണ്ണ അല്ലെങ്കിൽ ഓയിൽ ഉപയോഗിച്ചാണ് നമ്മളിതിനെ നീക്കം ചെയ്യുന്നത്. ബിക്കോസ് ദേ ആർ നോട്ട് സോലുബിൾ ഇൻ വാട്ടർ. അതെന്തുകൊണ്ടാണ് നമ്മൾ ഈ കെരോസിനൊക്കെ ഉപയോഗിച്ച് നീക്കം ചെയ്യുന്നത്? അവ വാട്ടറിൽ സോലുബിൾ അല്ലല്ലേ, വെള്ളത്തിൽ ലയിക്കാത്തത് കൊണ്ട് അവ കെരോസിൻ അല്ലെങ്കിൽ ഓയിൽ ഉപയോഗിച്ചാണ് നമുക്ക് നീക്കം ചെയ്യാൻ സാധിക്കുന്നത്. നിങ്ങളോട് ചോദിക്കുകയാണ്, ഹൗ ഡു യു റിമൂവ് ജാക്ക് ഫ്രൂട്ട് ഗം ആൻഡ് ടാർ ഇഫ് ദ സ്റ്റിക്ക് എന്ന് ചോദിച്ചാൽ എന്ത് പറയും നമ്മൾ മറുപടി? ദീസ് ക്യാൻ ബി റിമൂവ്ഡ് യൂസിങ് ഓയിൽ ഓർ കെരോസിൻ ബിക്കോസ് ദേ ആർ നോട്ട് സോലുബിൾ ഇൻ വാട്ടർ. അപ്പോൾ നമ്മൾ റിമൂവ് ചെയ്യുന്നത് ജാക്ക് ഫ്രൂട്ട് കെരോസിൻ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഓയിൽ ഉപയോഗിച്ചാണ് നമ്മൾ അത് റിമൂവ് ചെയ്യുന്നത്. വൈ കാൺ ദീസ് ബി വാഷ്ഡ് ഓഫ് വിത്ത് വാട്ടർ? എന്തുകൊണ്ടാണ് ഇവ വെള്ളം കൊണ്ട് കഴുകിക്കളയാനാവാത്തത്? എന്തുകൊണ്ടാണ്? ബിക്കോസ് ദേ ആർ നോട്ട് സോലുബിൾ ഇൻ വാട്ടർ, സോ വാട്ടർ കനോട്ട് ഡിസോൾവ് ഓർ ബ്രേക്ക് ദം ഡൗൺ അല്ലേ? എന്തുകൊണ്ടാണ് അവ ഈ ജാക്ക് ഫ്രൂട്ട് ഗമ്മും ടാറും ഒക്കെ വെള്ളത്തിൽ ലയിക്കത്തില്ല അല്ലേ? ബിക്കോസ് ദേ ആർ നോട്ട് സോലുബിൾ ഇൻ വാട്ടർ, സോ വാട്ടർ കനോട്ട് ഡിസോൾവ് ഓർ ബ്രേക്ക് ദം ഡൗൺ അല്ലേ? അതുകൊണ്ട് അവയ്ക്ക് വെള്ളത്തിന് അവയെ ലയിപ്പിക്കാൻ സാധിക്കില്ലാത്തതുകൊണ്ട് അവയെ റിമൂവ് ചെയ്യാനും സാധിക്കത്തില്ല അല്ലേ? അടുത്തെന്തുവാ? വാട്ട് ഈസ് ദ ബെസ്റ്റ് വേ ടു റിമൂവ് ബോൾ പോയിന്റ് പെൻ ഇങ്ക് ഓൺ ക്ലോസ്? ബോൾ പേനയിലെ മഷി വസ്ത്രത്തിൽ പുരണ്ടാൽ അത് നീക്കം ചെയ്യാൻ എന്താണ് മാർഗം? യൂസിങ് ആൽക്കഹോൾ ഓർ എ കമേർഷ്യൽ ഇങ്ക് റിമൂവർ. നമ്മൾ ആൽക്കഹോൾ ഉപയോഗിച്ച് റിമൂവ് ചെയ്യുക. അതുപോലെ തന്നെ കമേർഷ്യൽ ഇങ്ക് റിമൂവർ, ഇങ്ക് റിമൂവർ ഉണ്ട്, മേടിക്കാൻ നമുക്ക് കിട്ടും. ആ ഇങ്ക് റിമൂവർ ഉപയോഗിച്ച് നമുക്ക് ഇത് മാറ്റാൻ പറ്റും. അല്ലെങ്കിൽ ആൽക്കഹോൾ ഉപയോഗിച്ച് നമുക്ക് ബോൾ പേനയിലെ മഷി വസ്ത്രത്തിൽ പുരണ്ടാൽ നീക്കാൻ സാധിക്കും. അടുത്ത് നോക്കിയേ. ആർ ദ സബ്സ്റ്റൻസസ് സോലുബിൾ ഇൻ വാട്ടർ, സോലുബിൾ ഇൻ കെരോസിൻ ആൻഡ് കോക്കനട്ട് ഓയിൽ ടു? നമ്മളോട് ചോദിച്ചിരിക്കും അടുത്ത ക്വസ്റ്റ്യൻ. വെള്ളത്തിൽ ലയിക്കുന്ന അല്ലേ, അതായത് വെള്ളത്തിൽ ലയിക്കുന്നവയെല്ലാം എവിടെ ലയിക്കുമോയെന്ന്? വസ്തുക്കൾ മണ്ണെണ്ണയിലും വെളിച്ചെണ്ണയിലും ലയിക്കുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോ, ഇല്ലല്ലേ, ലയിക്കത്തില്ല. ഇനി അടുത്ത് നോക്കിക്കേ. ഒരു എക്സ്പെരിമെൻ്റാണ് നമുക്ക് തന്നിരിക്കുന്നത്. എന്തൊക്കെ സോൾവെൻ്റായിട്ട് നമുക്ക് തന്നിരിക്കുന്നത് എന്തൊക്കെയാണ്? വാട്ടർ, കെരോസിൻ, കോക്കനട്ട് ഓയിൽ. പിന്നെ നമുക്ക് സൊല്യൂട്ടായിട്ട് തന്നിരിക്കുന്നത് എന്തൊക്കെയാണ്? ഷുഗർ, സോൾട്ട്, ബേക്കിംഗ് സോഡ, കോപ്പർ സൾഫേറ്റ്, ക്യാംഫർ അല്ലേ? അപ്പം നോക്കിയേ, വാട്ടറിൽ ഷുഗർ ലയിക്കുമല്ലോ അല്ലേ, ഡിസോൾവ് ചെയ്യും. അപ്പോൾ അവിടെ ടിക്ക് ഇടുക. പിന്നെ സോൾട്ട് വാട്ടറിൽ ലയിക്കും, ഡിസോൾവ് ചെയ്യും, അപ്പം ടിക്ക് ഇടുക. ബേക്കിംഗ് സോഡ, കോപ്പർ സൾഫേറ്റും ലയിക്കും. ക്യാംഫർ ലയിക്കുമോ? ഇല്ല. ക്യാംഫറിന് അപ്പോൾ അവിടെ നമ്മൾ എന്താ ഇടേണ്ടത്? അവിടെ ഇൻറ്റു ഇടണം. ക്യാംഫർ വെള്ളത്തിൽ വാട്ടറിൽ ലയിക്കത്തില്ല, ഡിസോൾവ് ചെയ്യത്തില്ല. പിന്നെ കെരോസിനിൽ ഷുഗർ ലയിക്കുമോ? ഇല്ല. അപ്പോൾ അവിടെ അൺടിക്കിടുക. സോൾട്ടും അൺടിക്ക്, ലയിക്കത്തില്ല. ബേക്കിംഗ് സോഡ അൺടിക്ക്. പിന്നെന്തോ കോപ്പർ സൾഫേറ്റും അൺടിക്ക്. ക്യാംഫർ ലയിക്കും അല്ലേ? കെരോസിനിൽ ക്യാംഫർ ലയിക്കും. കോക്കനട്ട് ഓയിലും അത് തന്നെ. ഷുഗറും സോൾട്ടും ബേക്കിംഗ് സോഡയും കോപ്പർ സൾഫേറ്റും ലയിക്കത്തില്ല, ക്യാംഫർ ലയിക്കും. അപ്പോൾ അവിടെ ക്യാംഫറിൻ്റെ അവിടെ ടിക്കിടുക, ബാക്കിയെല്ലാം അൺടിക്കിടുക. ഓക്കെ. അടുത്ത് നോക്കിയേ. അനലൈസ് ദ കംപ്ലീറ്റഡ് ടേബിൾ ആൻഡ് റൈറ്റ് ഡൗൺ ദ ഫൈൻഡിങ്സ്. വാട്ടർ എന്താ? അപ്പോൾ ഫൈൻഡിങ്സ് നമ്മൾ ആ പട്ടികയിൽ നിന്ന് കണ്ടെത്തിയ വിവരമാണ്. വാട്ടർ എന്ന് പറയുന്നത് ഡിസോൾവ്സ് ഷുഗർ അല്ലേ, ഷുഗറിനെ ഡിസോൾവ് ചെയ്യുന്നു, സോൾട്ടിനെ ഡിസോൾവ് ചെയ്യുന്നു, ബേക്കിംഗ് സോഡ, കോപ്പർ സൾഫേറ്റ്, ക്യാംഫർ. പിന്നെന്താ? കെരോസിൻ എന്താ നമുക്ക് പട്ടികയിൽ നിന്ന് മനസ്സിലാകുന്നത്? ഡിസോൾവ്സ് ക്യാംഫർ ഉള്ളി അല്ലേ. കോക്കനട്ട് ഓയിൽ നമ്മളെന്താ ഫൈൻഡിങ്സ് കണ്ടുപിടിച്ച്? ഡിസോൾവ്സ് ക്യാംഫർ ഉള്ളി. ഇതാണ് നമുക്ക് ആ പട്ടികയിൽ നിന്ന് കിട്ടിയ ഫൈൻഡിങ്സ് കേട്ടോ. വാട്ടർ ഹാസ് ദ എബിലിറ്റി ടു ഡിസോൾവ് മെനി സബ്സ്റ്റൻസസ്. ജലത്തിന് നിരവധി വസ്തുക്കളെ ലയിപ്പിക്കാൻ കഴിവുണ്ട്. അതിനാൽ ഹെൻസ് വാട്ടർ ഈസ് കോൾഡ് ദ യൂണിവേഴ്സൽ സോൾവെന്റ്. പഠിച്ചു വെക്കണം കേട്ടോ മക്കളെ. അപ്പം വാട്ടറിനെ എന്താ വിളിക്കുന്നത്? യൂണിവേഴ്സൽ സോൾവെൻ്റ് എന്ന് വെച്ചാൽ സാർവിക ലായകം. യൂണിവേഴ്സൽ സോൾവെൻ്റ് എന്ന് വിളിക്കുന്നത് എന്തിനെയാണ്? വാട്ടറിനെ അല്ലേ. അപ്പം എന്തുകൊണ്ടാണ് വാട്ടറിനെ യൂണിവേഴ്സൽ സോൾവെൻ്റ് എന്ന് വിളിക്കുന്നത്? വാട്ടർ ഹാസ് ദ എബിലിറ്റി ടു ഡിസോൾവ് മെനി സബ്സ്റ്റൻസസ്. എല്ലാ വസ്തുക്കളെയും, ജലത്തിന് നിരവധി വസ്തുക്കൾ, എല്ലാ വസ്തുക്കളെന്ന് പറയുന്നില്ല, നിരവധി വസ്തുക്കളെ ലയിപ്പിക്കാനുള്ള കഴിവ് വാട്ടറിനുണ്ട്. അതുകൊണ്ട് വാട്ടറിനെ യൂണിവേഴ്സൽ സോൾവെൻ്റ് എന്ന് പറയുന്നു.
അത് നോക്കിയേ, റൈറ്റ് മോർ എക്സാമ്പിൾസ് ദാറ്റ് ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ദ ഡിസോൾവിങ് കപ്പാസിറ്റി ഓഫ് വാട്ടർ. ജലത്തിൻ്റെ ലായകശേഷി, അതായത് ഈ ലയിപ്പിക്കാനുള്ള കഴിവില്ല, ലായകശേഷി എന്ന് പറയുന്നത്. അതാണ് നമ്മൾ പറയുന്നത് ഡിസോൾവിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ആ ഡിസോൾവിങ് കപ്പാസിറ്റി പ്രയോജനപ്പെടുത്തുന്ന കൂടുതൽ ഉദാഹരണങ്ങൾ എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെ ഉദാഹരണങ്ങൾ നമുക്ക് എഴുതാൻ പറ്റും? ടു വാഷ് ക്ലോത്ത്സ് അല്ലേ, ടു വാഷ് ക്ലോത്ത്സിന് ഉപയോഗിക്കാം. പിന്നെന്തുവാ, കുക്കിങ്, ക്ലീനിങ്, ഇതിനൊക്കെ ജലം ഉപയോഗിക്കാൻ മേലെ. എന്തൊക്കെയാ പറഞ്ഞേ? ടു വാഷ് ക്ലോത്ത്സ്, കുക്കിങ്, ക്ലീനിങ്, ഇതൊക്കെ നമ്മൾ ജലം ഉപയോഗിക്കാം. ഡു ദ ഫോളോയിങ് എക്സ്പെരിമെൻറ്റ് യൂസിങ് വാട്ടർ, ഷുഗർ ആൻഡ് ഇങ്ക്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ? വെള്ളം, പഞ്ചസാര അല്ല വാട്ടർ, പഞ്ചസാര, മഷി എന്നിവ ഉപയോഗിച്ച് താഴെ പറയുന്ന രീതിയിൽ പരീക്ഷണം, എക്സ്പെരിമെൻറ്റ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് സിറ്റുവേഷൻ 1, സന്ദർഭം 1 തന്നിരിക്കുക. എന്താ തന്നിരിക്കുന്നത്? ടേക്ക് വാട്ടർ ഇൻ 2 glasses ആൻഡ് മിക്സ് ഷുഗർ ഗ്രെയിൻസ് ഇൻ 1 ആൻഡ് പൗഡേർഡ് ഷുഗർ ഇൻ ദ അതർ. നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? 2 ഗ്ലാസ്സുകളിൽ വെള്ളമെടുത്ത് ഒന്നിൽ പഞ്ചസാര തരികളും ഷുഗർ ഗ്രെയിൻസും മറ്റൊന്നിൽ ആ പൊടിച്ച പഞ്ചസാരയും ലയിപ്പിച്ച് നോക്കൂ. നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്? അപ്പം സിറ്റുവേഷൻ ഫസ്റ്റിൽ പൗഡേർഡ് ഷുഗർ ഡിസോൾവ്സ് ഫാസ്റ്റർ ദാൻ ഷുഗർ ഗ്രെയിൻസ് അല്ലേ, ഡ്യൂ ടു എന്താ? ലാർജർ സർഫസ് ഏരിയ. എന്താണ് ലാർജർ സർഫസ് ഏരിയ? കാരണം പൗഡേർഡ് അല്ലേ, ഷുഗർ ഡിസോൾവ്സ്, പൗഡേർഡ് ഷുഗർ ഡിസോൾവ്സ് ഫാസ്റ്റർ ദാൻ ഷുഗർ ഗ്രെയിൻസ്. പഞ്ചസാര തരികളില്ലേ, പഞ്ചസാര തരികളെക്കാൾ ഫാസ്റ്റായിട്ട് വളരെ പെട്ടെന്ന് തന്നെ എന്ത് ലയിച്ചു വരുന്നു? പൗഡേർഡ് ഷുഗർ ലയിച്ചു വരുന്നു. അടുത്ത് നോക്കിയേ, സിറ്റുവേഷൻ നമ്പർ 2. ടേക്ക് 2 glasses ഓഫ് വാട്ടർ, അതുപോലെ 2 ഗ്ലാസ്സുകൾ വെള്ളമെടുത്ത് എന്തുവാ? ഡിസോൾവ് ഷുഗർ ഇൻ ദ ഫസ്റ്റ് ഗ്ലാസ് വിത്ത് സ്റ്റെയറിങ് ആൻഡ് ഡിസോൾവ് ദ ഷുഗർ ഇൻ സെക്കൻഡ് ഗ്ലാസ് വിത്തൗട്ട് സ്റ്റെയറിങ്. എന്താ പറഞ്ഞിരിക്കുന്നത്? 2 ഗ്ലാസ്സുകളിൽ വെള്ളമെടുത്ത് ഒന്നിൽ പഞ്ചസാര ഇളക്കാതെയും രണ്ടാമത്തതിൽ പഞ്ചസാര ഇളക്കിയും ലയിപ്പിച്ച് നോക്കൂ. ഒന്നിൽ പഞ്ചസാര ഇളക്കാതെ ലയിപ്പിക്കണം, രണ്ടാമത്തത് ഇളക്കിയും ലയിപ്പിച്ച് നോക്കാനാണ് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ ഫൈൻഡിങ്സ് എന്ന് പറയുന്നത്? സ്റ്റെയറിങ് ഇൻക്രീസസ് ദ സ്പീഡ് അറ്റ് വിച്ച് ഷുഗർ ഡിസോൾവ്സ്. അതായത് നമ്മൾ പഞ്ചസാര വാട്ടറിലിട്ട് വെച്ച് അത് സ്റ്റെയർ ചെയ്യണം, നമ്മൾ ഇളക്കുവാണെങ്കിൽ അത് പെട്ടെന്ന് അതിൻ്റെ തരികളൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പെട്ടെന്ന് തന്നെ അലിഞ്ഞു പോകും അല്ലേ. എന്നാൽ സ്റ്റെയർ ചെയ്യാതെ വെച്ച് വെക്കുവാണെങ്കിലോ അത് പതുക്കെ മെല്ലെയാണ് അത് അലിഞ്ഞ് വെള്ളത്തിലോട് ചേരുകയുള്ളൂ. അപ്പോൾ സ്റ്റെയറിങ് ഇൻക്രീസസ് ദ സ്പീഡ് അറ്റ് വിച്ച് ഷുഗർ ഡിസോൾവ്സ് ബിക്കോസ് ഇറ്റ് ഡിസ്ട്രിബ്യൂട്ട്സ് ദ ഷുഗർ പാർട്ടിക്കിൾസ് മോർ ഈവൻലി ഇൻ ദ വാട്ടർ. അപ്പം സ്റ്റെയർ ചെയ്യുവാണെങ്കിൽ അത് നന്നായിട്ട് ഇളക്കുവാണെങ്കിൽ അതിൻ്റെ മോളിക്യൂൾസൊക്കെ അതിൻ്റെ എന്നതാ ഷുഗർ ഡിസോൾവ് പഞ്ചസാര ചുറ്റും ഡിസ്ട്രിബ്യൂട്ട് ആയിട്ട് പെട്ടെന്ന് തന്നെ അതിലേക്ക് അലിഞ്ഞു ചേരും. സ്റ്റെയർ ചെയ്യാത്തതാണെങ്കിൽ അത് പതുക്കെ അലിഞ്ഞു ചേരും, പക്ഷെ അതിന് സമയമെടുക്കും. അടുത്ത സിറ്റുവേഷൻ 3 എന്തുവാ? Take hot water in 1 glass, cold water in another glass and mix a drop of ink in each. എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ഗ്ലാസ്സിൽ ചൂടുവെള്ളവും മറ്റൊരു ഗ്ലാസ്സിൽ തണുത്ത വെള്ളവും എടുത്ത് ഒരു തുള്ളി മഷി ലയിപ്പിച്ച് നോക്കുന്നു. ഇങ്ക് ലയിപ്പിച്ച് നോക്കാനാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഈസ് ദെയർ എനി ഡിഫറൻസ് ഇൻ ദ സ്പീഡ് അറ്റ് വിച്ച് ഷുഗർ ആൻഡ് ഇങ്ക് ഡിസോൾവ്? പഞ്ചസാരയും മഷിയും ലയിക്കുന്നതിൻ്റെ വേഗതയിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? Ink dissolves faster in hot water because higher temperature increases the movement of water molecules, helping the ink spread more quickly. അപ്പം ചൂട് വാട്ടറിൽ ഇങ്ക് ഒഴിക്കുവാണെങ്കിൽ ചൂട് കൂടുമ്പോഴത്തേനും ഈ വെള്ളത്തിൽ മോളിക്യൂൾസ് ഉണ്ട്, അതൊക്കെ നിങ്ങൾ വലിയ ക്ലാസ്സിലേക്ക് പഠിക്കും. വാട്ടർ മോളിക്യൂൾസിൻ്റെ മൂവ്മെൻറ്റ് വരുമ്പോൾ ഇങ്ക് പെട്ടെന്ന് തന്നെ ഹോട്ട് വാട്ടറിൽ സ്പ്രെഡ് ആവും അല്ലേ, മിക്സ് ആവുന്നു പെട്ടെന്ന് തന്നെ. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ഔട്ട് ആൻഡ് റൈറ്റ് ഡൗൺ ദ ഫാക്ടേഴ്സ് ദാറ്റ് അഫക്റ്റ് ദ സ്പീഡ് ഓഫ് ഡിസൊല്യൂഷൻ ഓഫ് സബ്സ്റ്റൻസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ എന്തുവാ? എന്ന് വെച്ചാൽ വസ്തുക്കളുടെ ലയന വേഗത്തെ ഡിസൊല്യൂഷനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാമാണെന്ന് കണ്ടെത്തി എഴുതുമല്ലോ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ഇതിൽ നിന്ന് പഠിച്ചത് നമുക്ക് ഏകദേശമൊക്കെ മനസ്സിലായില്ലേ? ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് സ്പീഡ് ഓഫ് ഡിസൊല്യൂഷൻ എന്തൊക്കെയാണ് നമ്മളെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ? ടെമ്പറേച്ചർ അല്ലേ, ഹയർ ടെമ്പറേച്ചർ ഇൻക്രീസസ് ഡിസൊല്യൂഷൻ സ്പീഡ്. ചൂട് കൂടുമ്പോൾ നമ്മുടെ ഡിസൊല്യൂഷൻ സ്പീഡ് കൂടുന്നു അല്ലേ. പിന്നെന്തോ സർഫസ് ഏരിയ,
സ്മോളർ പാർട്ടിക്കിൾസ് ഡിസോൾവ് ഫാസ്റ്റർ ഡ്യൂ ടു എ ലാർജർ സർഫസ്. നമ്മൾ പഠിച്ചില്ലേ പഞ്ചസാര തരികളെക്കാളും എളുപ്പത്തിൽ പഞ്ചസാര പൊടി ലയിക്കുമെന്ന് നമ്മൾ പഠിച്ചില്ലേ. അപ്പോൾ പഞ്ചസാര തരിക്ക് സർഫസ് ഏരിയ കൂടുതലാണ്, അപ്പോൾ പൊടിക്ക് സർഫസ് ഏരിയ കുറവല്ലേ, വളരെ കുറവല്ലേ. അപ്പോൾ സ്മോളർ പാർട്ടിക്കിൾസ് ഡിസോൾവ് ഫാസ്റ്റർ ഡ്യൂ ടു എ ലാർജർ സർഫസ് ഏരിയ. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഫാക്ടറാണ് സർഫസ് ഏരിയ. പിന്നെ സ്റ്റെയറിങ് എന്ന് വെച്ചാൽ നമ്മൾ ഇളക്കി കൊടുക്കുന്നത്. അജിറ്റേഷൻ ഹാൽപ്സ് ഡിസ്ട്രിബ്യൂട്ട് ദ സോലൂഡ് പാർട്ടിക്കിൾസ് മോർ ഈവൻലി, സ്പീഡിങ് അപ്പ് ഡിസൊല്യൂഷൻ. ഈ സ്റ്റെയർ ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ പാർട്ടിക്കിൾസ് ഡിസൊല്യൂഷൻ ചെയ്യുക, അതായത് ഡിസോൾവ് ചെയ്യുന്നതിന് സഹായിക്കുന്നു, വെള്ളത്തിൽ ലയിക്കുന്നതിന് സഹായിക്കുന്നു. അപ്പോൾ ഫാക്ടേഴ്സ് അഫക്റ്റീവ് സ്പീഡ് ഓഫ് ഡിസൊല്യൂഷൻ ഏതൊക്കെയാണ്? ടെമ്പറേച്ചർ, സർഫസ് ഏരിയ, സ്റ്റെയറിങ് അല്ലേ. ഇത് മൂന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കി വയ്ക്കണം കേട്ടോ.